താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഡോക്ടർ ജി വി ഹരി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രതികരണം ഉണ്ട് മഞ്ജുഷ. അത് ഈ പിന്നെ 1ഉം 2ഉം UPA സർക്കാരുകൾക്ക് ശേഷം 2014 കോൺഗ്രസ് പാർലമെന്റിലേക്ക് തോൽക്കുമ്പോൾ 2014 കിട്ടിയത് 44 സീറ്റാണ്. 2019 കിട്ടിയത് 52 സീറ്റാണ്. 2025 ആദ്യം ജയിച്ചപ്പോ 100 സീറ്റും പിന്നീട് 2 സീറ്റ് ബൈ ഇലക്ഷനിലൂടെ കിട്ടി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഹരി, 2014 2019 2024 എന്താണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം എന്ന് പഠിക്കാൻ നിങ്ങളുടെ നേതൃത്വം AICC എന്തെങ്കിലും ഒരു ചെറിയ പരിശ്രമം പോലും നടത്തിയിട്ടുണ്ടോ? അങ്ങനെ രീതി നിങ്ങൾക്കില്ല, പണ്ട് മുതലേ ഇല്ല, അത് ശരി തന്നെ. പക്ഷേ ദയനീയമായി ചതഞ്ഞരഞ്ഞ് തോൽക്കുകയായിരുന്നല്ലോ 2014 2019. അങ്ങനെ ചതഞ്ഞരയ്ക്കപ്പെടുമ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ട എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ തോറ്റു വേണ്ടേ? അതൊരു സാമാന്യ ഉത്തരവാദിത്വമല്ലേ, മര്യാദയുടെ പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമല്ലേ അത്, ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം കൂടെയല്ലേ അത്. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ ചെയ്യില്ല. ആ പാർട്ടിയാണ് പിന്നെ ഈ ചെറിയ തോതിലാണെങ്കിൽ പോലും, പൂർണ്ണ തോതിലല്ല, അവരുടെ ഭാഗികമായിട്ടാണ്, പ്രാഥമികമായിട്ടാണ് ഇനി ഇത് താഴേക്ക് ചർച്ച ചെയ്യപ്പെട്ട് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു വരണം എന്ന് ഗോവിന്ദമാഷ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അത്രയെങ്കിലും നല്ലത് എന്നൊരു ആനുകൂല്യം കൊടുത്തുകൂടെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക്? അത്രയെങ്കിലും അത് തോൽവി ഉണ്ടായി എന്നും തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ പാർട്ടിക്ക് ഗോവിന്ദമാഷ് പറഞ്ഞ ഭാഷ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകമല്ല, ഏറ്റവും താഴെ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ ഘടകങ്ങളും അതിന് ഉത്തരവാദികളാണ് എന്ന് തന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്.